നമസ്കാരം. വളരെയധികം ഭീതിതമായിട്ടൊരവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിസ്റ്റുകളാണ്, മറ്റുള്ള മതത്തിൻ്റെ ആളുകളല്ല. ക്രിസ്ത്യാനികൾ അവരുടെ കാര്യം നോക്കുക, അത്രയേ ഉള്ളൂ. അവർ അവസരം പേടിത്തൂറികളാണ്. പേടിത്തൂറികളെന്ന് പറയുമ്പോൾ നിയമത്തെ വിട്ടുള്ള കളികൾ അവർ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടേ നടത്തുള്ളൂ. ആ ഒരു ഭയമുണ്ട്. അതാണ് യഥാർത്ഥത്തിലാണ് പേടിത്തുറികളെന്ന് പറഞ്ഞത്. ഹിന്ദുക്കളാണെങ്കിൽ പിന്നെ അതിലൊന്നുമില്ല, അവർക്കൊന്നും വേണ്ട. അത് ഏറ്റവും വലിയ രസം. മടിയന്മാരാണ് വാസ്തവത്തിൽ ഹിന്ദുക്കൾ. ഉള്ളതുകൊണ്ടൊക്കെയും ഓണം പോലെ എന്നുള്ള വാക്ക് അവരുണ്ടാക്കിയതാണല്ലോ. ഒന്നിനും ഓടിച്ചാടി നടക്കില്ല, കിടന്നോടത്ത് കെടുക്കുന്ന അർത്ഥം. പണ്ട് ഏതൊരു മടിയൻ്റെ കാര്യം പറഞ്ഞ പോലെ ഭയങ്കര മടിയനാ. ലോക മടിയന്മാരെ കണക്കിലെടുക്കുകയാണ് രാജ്യത്തിലെ രാജാവ്. അപ്പോൾ രാജാവിനോട് പറഞ്ഞു ഒരാൾ അവിടെ മലർന്ന് കിടക്കേണ്ട, അയാൾ അങ്ങനെ കിടക്കുള്ളൂ എന്ന്. അങ്ങനെയാണോ, നമുക്ക് പോയി കാണണമെന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മടിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീരശൃംഖല തരാൻ പോവുക. പിന്നെ ഒരു മൃഷ്ടാന്ന ഭോജനം എൻ്റെ ഒപ്പം ഇരുന്ന് നിങ്ങൾ ഇന്ന ദിവസം എവിടേക്ക് വരണമെന്ന് പറഞ്ഞു. എന്തായാലും പറയാം, നമ്മളുടെ രാജകൊട്ടാരത്തിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞതെന്താ അറിയാമോ? എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല രാജാവേ, പറ്റും ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അയാൾ അയാളെ അംഗീകരിച്ചു. ഇങ്ങനത്തെ മടിയന്മാരെ കണ്ടിട്ടില്ല. അപ്പോൾ വേറൊരാൾ പറഞ്ഞു വേറൊരു മടിയനുണ്ട്, ഇതിനേക്കാൾ വലിയ മടിയനാ. അതെവിടെയാ? അത് കാണാൻ പോയപ്പോൾ ഒരു ആലിൻ്റെ മുകളിൽ അയാൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു എന്നെ എന്തിനാണ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്? ഒരു മരത്തിൻ്റെ മുകളിൽ കയറാനുള്ള ആ ഒരു താല്പര്യമുള്ള ഒരാളെങ്ങനെയാണ് മടിയനാവുന്നത്? മറ്റേയാളൊക്കെ കിടന്നുകൊടുത്ത് കെടുക്കുകയല്ലേ, മറന്ന് കെടുക്കുകയല്ലേ, ഇയാൾ ആലിൻ്റെ മുകളിൽ കയറിയതല്ലേ. അപ്പോൾ മന്ത്രി പറഞ്ഞു അങ്ങനെയല്ല മഹാരാജൻ, ഇയാൾ ഇതുപോലെ കെടുക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ആസനത്തിൻ്റെ അവിടെ ഒരു ആലിൻ്റെ വിത്ത് കെടുക്കണ്ടായിരുന്നു. അത് മുളച്ച് ആലിങ്ങനെ വലുതായി ഇയാൾ ആലിൻ്റെ ഒപ്പം കയറി പോയതാണെന്ന് അവിടേക്ക് എന്ന് പറയുന്ന പോലെയാണ് ഹിന്ദുവിൻ്റെ കാര്യം. അവനെ സംബന്ധിച്ചിടത്തോളം കൈയെത്തിച്ച് കാലുകൊണ്ട് ഓടി നടന്നൊന്നൊരു കാര്യം നേടിയെടുക്കാൻ അവൻ തയ്യാറില്ല. എന്തൊക്കെയാണ് ഉള്ളതുകൊണ്ട് ഓണം പോലെ കൊണ്ടു നടക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത് ഈ ന്യൂനപക്ഷ സമുദായം, മുസ്ലിം സമുദായം കണ്ടുവരുന്നത് ആർത്തിയാണ് അവർക്ക്. പ്രത്യേകിച്ച് അവരുടെ മതത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആർത്തി. ലോകത്തിൽ എന്തെല്ലാം ആർത്തികളാകാം. സമ്പത്തിനോട് ആർത്തിയാകാം, പേരിനോട് ആർത്തിയാവാം, പെരുമയോട് ആർത്തിയാകാം. ഇതൊക്കെ ആർത്തികളിൽ പെടുന്നതാണ്. പക്ഷേ ഇവിടെ അതല്ല ചെയ്യുന്നത്. ഊണിലും ഉറക്കത്തിലും, കുളിക്കുന്ന സമയത്തും, കെടുക്കുന്ന സമയത്തും, ഉറങ്ങുന്ന സമയത്തും, തിന്നുന്ന സമയത്തൊക്കെയും മതമാണ്. അത് അവരെ തന്നെ മൂടുകയാണ് വാസ്തവത്തിൽ. അവരുടെ സ്വസ്ഥമായിട്ടുള്ള ചിന്തകൾ, സ്വസ്ഥം എന്ന് പറഞ്ഞാൽ സ്വസ്ഥം, അവനവനിലിരുന്നു കൊണ്ടുള്ള ചിന്തകൾ. അതുപോലെ ആ ചിന്തകളിൽ ഊന്നിയ അവരുടെ പ്രവർത്തനത്തിൻ്റെ വികസനം ഈ ലോകമെമ്പാടും പരക്കുക. അങ്ങനെ വരുന്ന സമയത്താണ് അദ്വേഷ്ടത, മൈത്രി, കരുണ, സർവഭൂതഹിതരതി എന്നിത്യാദി കാര്യങ്ങൾ വരുന്നത്. ഇതൊന്നുമില്ല എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മം, അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഉടനെ ചോദിക്കും അയാളുടെ പേരെന്താ? ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ നല്ല കാര്യം ചെയ്ത് അംഗീകരിക്കില്ല, ഞമ്മൻ്റെ ആൾക്കാർ ചെയ്യണം. ഇത് കടന്നു വന്ന് നമ്മളിപ്പോൾ ചുവന്ന റെഡ് ഫോർട്ട് അവിടെ കുറേ ആൾക്കാർ മരിച്ചല്ലോ. ഒരു 5-8 മാസമായിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്താ ഉണ്ടായത്? എല്ലാം ഡോക്ടർമാരാണ്. കഷ്ടപ്പെട്ട ഒരു ഡോക്ടറാവാൻ നിസ്സാര കാര്യമല്ലല്ലോ. ഓടിച്ചെന്ന് ഡോക്ടറാവില്ല. അവിടെ അയാളുടെ പ്രിലിമിനറി വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ കഴിയണം, അതിന് എൻട്രൻസ് കഴിയണം. ഇതെല്ലാം കഴിഞ്ഞാൽ ഡോക്ടറാകുക. എത്രയോ ചെലവ് ചെയ്തിട്ടാണ് ആകുന്നത്. ഇതും കഴിഞ്ഞിട്ട് ബോംബ് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. വൈറ്റ് കോളർ എക്സ്ട്രീമിസം ഉണ്ട്, വെള്ള കോളർ എക്സ്ട്രീമിസം. സാധാരണ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക നാട്ടിൽ തന്നെ പിള്ളേരാണ് ചെയ്യുക, അല്ലെങ്കിൽ അവിവേകശാലികളാണ് ചെയ്യുക. വിവേകശാലികൾ ഇതിന് ഇറങ്ങി പുറപ്പെടില്ല. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IAS, IPS എന്നിത്യാദി ആളുകൾ പോലും ഈ രംഗത്തേക്ക് വരികയാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന്. ഞാനത് പറയാൻ കാരണം ഡൽഹിയിലാണെന്ന് തോന്നുന്നുണ്ട്. ഡൽഹിയിൽ ഒരു സ്ത്രീ, അവരുടെ പേര് ഡോക്ടർ നദീം എന്നാണ്. നദീം മുഹമ്മദ് എന്നൊരു സ്ഥലത്ത് കണ്ടു. അത് ഒരു സ്ഥലത്ത് മാത്രമേ കണ്ടുള്ളൂ. ആയതുകൊണ്ട് അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ മുസ്ലിമാണ്. ഡോക്ടർ തട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ഇതിൽ കണ്ടല്ലോ, നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, തട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്. മറ്റേ മുസ്ലിമാണ് അവർ.
അവരൊരു ഓപ്പറേഷനിൽ ഒരു സ്ത്രീയുടെ പ്രധാന ഞരമ്പ് മുറിഞ്ഞു. അത് വലിയ അപകടമായി മാറി. അവർ മരണത്തിൻ്റെ അടുത്ത് വരെ എത്തിയവർ. പിന്നെ ഏതോ ഒരു ആശുപത്രിയിൽ പോയിട്ടാക്കി തുന്നിച്ചേർത്ത് മരണത്തിൽ നിന്ന് കക്ഷി രക്ഷപ്പെട്ടു. പിന്നെ ഇവരുടെ അടുത്ത് ഈ കംപ്ലയിൻറ്റ് പറയാൻ വന്നപ്പോഴുള്ള സംഭവം കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിത്തരിച്ചതെന്നർത്ഥം. പണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം അങ്ങനെ ആരും സംസാരിക്കുന്നില്ല, മുസ്ലിങ്ങളുടെ ആശുപത്രിയിൽ പോകരുത് കേട്ടോ. പ്രത്യേകിച്ചും പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവർ ആ കുട്ടിയെ കൊല്ലും. ഒരു കുട്ടി ഹിന്ദു ഇല്ലാതായി കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ ഈ രംഗത്തുമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊക്കെ അതിനെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവരാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? നിങ്ങളുടെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇവരുടെ പിഴവ് കൊണ്ട് ഒരു ഞരമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പേരിൽ മരിച്ചാലോ? അപ്പോൾ അവർ ചോദിച്ചു, ഞരമ്പ് മുറിഞ്ഞു, അത് നിങ്ങളുടെ തെറ്റുകുറ്റം കൊണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണെന്നർത്ഥം. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മരിച്ചാലോ? അതും അള്ളാഹുവിൻ്റെ ഇഷ്ടം. കാര്യം കഴിഞ്ഞില്ലേ? വേറൊന്നും മറുപടിയാണ് പറയാൻ പറ്റുക? മെഡിക്കൽ മേഖലയിൽ പോലും നിന്ന് പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാണ് ഇതിനകത്ത് വന്നു ചേരുന്നത്. ഇന്ത്യയിലെ പ്രൊഫഷണൽ മേഖലയിലടക്കം ഇസ്ലാമിസ്റ്റുകൾ, സാധാരണ നമ്മൾ പറയാറുണ്ട് വേറെ തൊഴിലില്ലാണ്ട് വടക്ക് തെക്ക് നടക്കുന്ന റോഡ് തണ്ടി എന്ന് പറയില്ലേ, എന്തായാലും വടക്ക് തെക്ക് റോഡ് തണ്ടി എന്ന് പറയാനൊരു ഷോർട്ട് ഫോമൊക്കെ ഉണ്ട്, കളിയാക്കി പറയും. അവരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് എക്സ്ട്രീമിസം, തീവ്രവാദമൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട്. പക്ഷേ ഇവിടുത്തെ സ്ഥിതിയല്ല. മതം തലയിൽ കയറിയപ്പോൾ താൻ ആരാണ്? താനൊരു ഡോക്ടറാണ്. താൻ എങ്ങനെയാണ് ഡോക്ടറായത്? തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ വീട്ടുകാരും അവർ ആറ്റുനോറ്റിരുന്നു ഉള്ള പൈസ മുഴുവൻ ഇവർക്ക് വേണ്ടി ചിലവഴിച്ച് ആ അക്കാഡമിക്കായിട്ടുള്ള പഠനത്തിന്, ഇത് സാധാരണ ഒരു പ്രൊഫഷണൽ പഠനത്തിനാവും ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 കോടി 3 കോടി 4 കോടി അങ്ങനെയാണ് കയറി പോവുക. മോള് MBBS പാസ്സായില്ലേ, ഡോക്ടറായില്ലേ? അതെ, എന്തായി ഇപ്പോൾ? രണ്ട് ഒരു 50 വർഷം മുമ്പാണെങ്കിൽ 2 ലക്ഷം, ഇപ്പോൾ 2 കോടിയാണ്. 2 കോടി 4 കോടി 6 കോടിയൊക്കെയാണ് ചിലവ്. ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് ഇവർ ഈ സാധനം കൊണ്ട് നടക്കുകയാണ്, ബോംബ് കൊണ്ട് നടക്കുകയാണെന്ന് അർത്ഥം. ഇന്ത്യയിലെ പ്രൊഫഷണൽ മേഖലയിലടക്കം ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുകയാണ്. ആയതുകൊണ്ട് ആരും കാണുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത്, അവരൊന്നും അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല, ഹീസ് എൻ എൻജിനീയർ, ഹീസ് എ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അവരെയും പൊതിഞ്ഞു നിൽക്കുന്നത്, അവരുടെ വിചാരങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ധർമ്മമാണ് പൊതിഞ്ഞു നിൽക്കുന്നത്. അതായത് ദീൻ, വിശ്വാസങ്ങൾ, ഇസ്ലാമിനെ വളർത്തുക. ഇവിടെ ഡോക്ടറെ പണി ചെയ്തു, ലക്ഷങ്ങൾ സമ്പാദിച്ചു, കോടികൾ സമ്പാദിച്ചു, എന്താ കാര്യം? എത്ര കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ വൺ ഡേ ഹി വിൽ കം. ആ സമയമാവുന്ന സമയത്ത് കയറുമായിട്ട് കാലം വരുമല്ലോ. അത് ഏറി വന്നാൽ 100 വർഷം വേണ്ട, 110, 120 പോവില്ല എന്നാണ് പറയുക. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന, ആവറേജ് കാണുന്നത് 70-80 വയസ്സാകുമ്പോഴേക്കും ഡിം, കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞാലാണ് പിന്നെ ജീവിതം. അത് നിത്യജീവിതമാണ്. എവിടെ? സ്വർഗത്തിൽ, അതല്ലെങ്കിൽ നരകത്തിൽ. കോടതി ശിക്ഷ വിധിക്കുന്നവരെ മരണപര്യന്തം ഇപ്പം ഇന്നാളൊരാളെ, ഒരു ക്രിക്കറ്റ് പഠിപ്പിക്കാൻ പോയിട്ട് പെൺകുട്ടികളെ പീഡനത്തിന് വിധേയമായിട്ട് ഇപ്പോൾ അയാൾക്ക് അത്ര ദൂരമോ 120 വർഷമോ ഇയാൾ പുറത്തേക്ക് വരില്ല. അതും ഒരു കുറ്റത്തിൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ട് വേണം അടുത്തത് അനുഭവിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് പുറത്തേക്ക് വരില്ലല്ലോ. 48, 38, 28ഒക്കെയാണ് ശിക്ഷ. അതുപോലെ ഈ പറയണ ഇവരുടെ എന്തായാലും പറയുക, നരകത്തിലും സ്വർഗത്തിലും ജന്നത്തുൽ ഫിർദൗസോ ജന്നത്തോ എന്തൊക്കെ പറയും. അവിടെ പോയി കഴിഞ്ഞാൽ നരകത്തിലാണെങ്കിൽ പിന്നെ നരകത്തിലാണ്, സ്ഥിരവാസം നരകത്തിലാണ്. ഈ സ്വർഗത്തിലാണെങ്കിലോ സ്ഥിരവാസം സ്വർഗത്തിലാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള കൊച്ചു ജീവിതത്തിൽ മുങ്ങിക്കഴിയുക, മതത്തിൽ മുങ്ങിക്കഴിയുക. ഈ ഒരു അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരിക്കൽ കേരളത്തിൽ വലിയൊരു ഡോക്ടറുണ്ട്, അങ്ങനെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, മരിച്ചുപോയി. അവിടെ ഒരു ഓപ്പറേഷന് കയറിയ സമയത്ത് ചെല്ലുന്ന ആൾക്ക് ഒരു വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പക്ഷേ ഈ ഡോക്ടറെ വലിയ ഇഷ്ടമാണ്. അവിടെ ഭാര്യയ്ക്ക് ഹാർട്ട് ഓപ്പറേഷനോ മറ്റോ അവിടെ ചെന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ, ഞാനാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കൂ കേട്ടോ, ഈശ്വരനോട് പ്രാർത്ഥിക്കുമെന്ന്. ഇയാളൊക്കെ അന്തം വിട്ടുപോയി. കാരണം ധാരണ വിദ്യാഭ്യാസം കൂടി വന്നു കഴിഞ്ഞാൽ, ഡോക്ടറായി കഴിഞ്ഞാൽ, എഞ്ചിനീയറായി കഴിഞ്ഞാൽ അവരുടെ ചിന്താ പദ്ധതികളിൽ ഒരു കല്ലിനെ ദൈവമായിട്ട് കാണുക, എവിടെയോ ഒരു ദൈവം ഇരിക്കുന്നത് കാണുക, ആ ദൈവം സ്വർഗവും നരകത്തിൻ്റെ അധിപതിയാകുക. ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ അവിടെ ചെന്ന് അളന്ന് മുറിച്ച് നോക്കിയിട്ടാ ഇവനെ AC റൂമിലേക്ക് വിടുക. അതൊന്നും അവരുടെ വിശ്വാസ പദ്ധതികൾ ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ അതല്ല സത്യം.
അന്ധവിശ്വാസ ജടിലമാർന്ന ജീവിതചര്യ, അതും അക്കാഡമിക് ക്വാളിഫിക്കേഷനും യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഗാസിയാബാദിലുള്ള ഗാസിയാബാദ്, ഡൽഹി പക്കത്തിലാണ്, ഗാസിയാബാദിലെ ലോണിയിലുള്ള ആൽവി നഴ്സിംഗ് ഹോമിൽ നടന്ന സംഭവം. അവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാമ്പത്തികമായിട്ട് ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ചികിത്സ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉയർന്നു വരുന്ന ഒരു ചെറിയ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലെ ഉത്തരവാദിത്വം, ധാർമ്മികമായിട്ടുള്ള നിലവാരം, രോഗികളുടെ ശുശ്രൂഷ, സുരക്ഷ എന്നിവയെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഫെബ്രുവരി 17, ഈ കഴിഞ്ഞ ഫെബ്രുവരി 17 ആണ് ഡൽഹി ഷാഗ്ദാരയിലെ കർദാംപുരി നിവാസിയായിട്ടുള്ള നൂർ സാബ ആൽവി നഴ്സിംഗ് ഹോമിൽ ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി, പിത്താശയ മൂത്രസഞ്ചി നീക്കം ചെയ്യൽ, അതാണ് അതിൻ്റെ ഇംഗ്ലീഷാണ്, എനിക്ക് അതറിയാം. കോളിസിസ്റ്റെക്ടമി എന്നൊക്കെയാണ് പറയുക. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നൂർ സാബ ദിവസങ്ങൾക്കകം ആശുപത്രി വിട്ടു. ഈ നൂർ സാബ എന്ന് പറഞ്ഞ സ്ത്രീ ആശുപത്രി വിട്ടു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞതോടു കൂടിയിട്ട് ഈ നൂർ സാബ അവർക്ക് ഗുരുതരമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. അതിനുശേഷം ഈ നൂർ സാബ അതേ നഴ്സിംഗ് ഹോമിലേക്ക് മടങ്ങി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഇത് മഞ്ഞപ്പിത്തമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം എന്ന് പറഞ്ഞ് 2 ദിവസത്തേക്ക് അഡ്മിറ്റാക്കി. എന്നാൽ മഞ്ഞപ്പിത്തത്തിൻ്റെ കാരണം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല, സുഖപ്പെടുത്താനും കഴിഞ്ഞില്ല. ആ 2 ദിവസം കഴിഞ്ഞപ്പോഴും അവിടെ വന്ന് കയറുമ്പോഴുള്ള പ്രശ്നം എങ്ങനെയാണോ ആ പ്രശ്നത്തിൽ അവർ തുടരുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ നില വഷളായി അവർ മരണവക്ത്രത്തിലേക്കാണ് കടന്നു ചെല്ലാൻ പോകുന്ന മനസ്സോട് കൂടിയിട്ട് അവർ വേറൊരു ആശുപത്രിയിലേക്ക് ചികിത്സ തേടി. അവിടെ നടത്തിയ പരിശോധനയിലാണ് ആൽവി നഴ്സിംഗ് ഹോമിലെ ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ഇടെ നൂർ സാബയുടെ ഞരമ്പ് മുറിഞ്ഞതായിട്ട് കണ്ടെത്തിയത്. ഈ പരിക്ക് പിത്തരസം നഷ്ടമാകാൻ കാരണമായി. ഇതാണ് മഞ്ഞപ്പിത്തത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമായത്. അതിനെ തുടർന്ന് സാബയ്ക്ക് 2ാമത് ശസ്ത്രക്രിയ നടത്തി ഞരമ്പ് തുന്നിച്ചേർക്കാനുണ്ടായത്. അതിന് ഒരുപാട് പൈസ ചിലവോ, നമുക്കറിയാമല്ലോ പൈസ ചിലവോ. സാവധാനം സാബ സുഖം പ്രാപിച്ചു. 10-12 ദിവസങ്ങൾ ആശുപത്രി കിടന്ന് അവിടുന്ന് പുറത്തേക്ക് വന്നു. വീട്ടിലെത്തിയ ശേഷം ഈ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ സാബ എന്ന സ്ത്രീ ആൽവി നഴ്സിംഗ് ഹോമിൽ വീണ്ടും എത്തി. എന്നാൽ ആ പിഴവ് സമ്മതിക്കുന്നതിന് പകരം ധാർഷ്ട്യത്തോടുകൂടി അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ശസ്ത്രക്രിയ എങ്ങനെ നടക്കണം, അതിലേതെല്ലാം രീതിയിൽ, ഇനിയിപ്പോൾ ഒരു പിഴവ് പറ്റി, നിങ്ങളുടെ ഞരമ്പ് മുറിഞ്ഞൂല്ലേ, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണത്, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ നദീമും കൂട്ടാളികളും അതിന് കൂട്ടുനിന്നു എന്ന് സാരം. അശ്രദ്ധ കാരണം തൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച സമയത്ത് സാബയോട് പറഞ്ഞത്, അങ്ങനൊരു മരണം ഉണ്ടായാൽ അതും അള്ളാഹുവിൻ്റെ ഇഷ്ടം, അതും അള്ളാഹുവിൻ്റെ ഇഷ്ടം ആയിരിക്കുമെന്നാണ് ഡോക്ടർ നദീം മറുപടി നൽകിയത്. അതായത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ 1000 രൂപ നീട്ടി പറഞ്ഞാൽ 10,000 ആവില്ലല്ലോ, 1000 രൂപ സാബയ്ക്ക് നൽകാനും ഈ നദീം ശ്രമിച്ചു, ഈ ഡോക്ടർ ശ്രമിച്ചു. ഇതോടെ കാര്യങ്ങൾ വഷളായി, പ്രശ്നങ്ങളായി. ഡോക്ടർ നദീമിനെതിരെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് STM ഔപചാരികമായിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയാണെങ്കിൽ എല്ലാം അള്ളാഹുവാണ് നടത്തുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മളുടെ വീട്ടിൽ നമ്മുടെ കാരണം ഒരു 101 വയസ്സായിട്ടുണ്ടാവും, കണ്ണും കാണില്ല, മൂക്കും കാണില്ല, ചെവിയും കാണില്ല, ഒന്നും കാണില്ല, ആൾക്കാരിങ്ങനെ ശവം കൊണ്ടുപോകണം ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എങ്കിൽ പോലും നമ്മൾ ആശുപത്രി ഡോക്ടർമാരുടെ എന്ത് വയ്ക്കുക, എൻ്റെ മുതുമുത്തച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, നമുക്ക് ട്രൈ ചെയ്യാം, നമുക്കതല്ലേ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, നമ്മളിങ്ങനെ പറയുള്ളൂ. സാധാരണ പോയിട്ട് അതൊരു ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. ഇയാൾ ഉടനെ മരിക്കും എന്നാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടർമാർ അങ്ങനെയല്ല പറയാം, നമുക്ക് നോക്കാം, നമുക്ക് നമ്മുടെ കഴിവിനെ കൊണ്ട് മാനുഷികമായിട്ടുള്ള കഴിവിനനുസരിച്ച് നമുക്ക് നോക്കാം എന്ന് പറയല്ലേ ചെയ്യുക. അതിന് പ്രകാരം
ഈ രീതിയിലുള്ള വർത്തമാനം പറയാൻ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഉള്ള രോഗം കൂടുകയല്ലേ ചെയ്യുക വാസ്തവത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഡോക്ടർമാരെ നിശ്ചയിച്ചതാരാ? ഓക്കെ, പടച്ചവനാണെന്നിരിക്കാം, ഈശ്വരനാണെന്നിരിക്കട്ടെ. ഈശ്വരൻ കത്രികയും കൊണ്ടും അല്ലെങ്കിൽ അവർ മറ്റേ സ്റ്റെതസ്കോപ്പൊന്നും കൊണ്ട് വരില്ലല്ലോ. ഈ എല്ലാ വിദ്യകളും ഈശ്വരനിൽ നിന്നുണ്ടാകുന്നു, അഥവാ സമഷ്ടി മനസ്സിൽ നിന്നുണ്ടാകുന്നു, അഥവാ സമൂഹത്തിനുണ്ടാകുന്നു. അതിങ്ങനെ വികസിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പണ്ടൊരു PP പോലെ ഒരു സാധനം വെച്ചിട്ടാണ്, അതിലൂടെയാണ് ഈ ചുവട്ടിൽ വെച്ചിട്ട് ഹാർട്ട് ബീറ്റൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പായിട്ട് മാറി. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ മാറ്റങ്ങൾക്ക് അടിസ്ഥാനം മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരുടെ ജീവപദ്ധതിക്ക് അടിസ്ഥാനം വേണമെങ്കിൽ ഒരു അസാമാന്യ ശക്തിവിശേഷം, അതിന് നമുക്ക് അള്ളാഹു എന്ന് പറയാം, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയാം, അല്ലെങ്കിൽ യഹോവ എന്ന് പറയാം. പക്ഷേ ഇവർ പറഞ്ഞത് എന്താ? ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്ന് നടത്തണേന്ന്. അതുകൊണ്ട് ഒരു പിഴവ് പറ്റിയാൽ അത് അള്ളാഹുവിൻ്റെ തലയിൽ വെച്ച് കിട്ടി അവർ വീടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാണം കെടുന്ന ആരാ? ഇത്തരം ആളുകൾ കാരണം കൊണ്ട് പണ്ട് മലപ്പുറം കോഴിക്കോട് ഭാഗത്ത് പറഞ്ഞിരുന്നത്, പ്രസവിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയത് അവർ കുട്ടിയെ കൊല്ലും. മാത്രമല്ല രണ്ടാമത് പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തോ കട്ട് ചെയ്യാന്നൊക്കെയും പറയില്ലേ, അതുവരെ ചെയ്യുന്നൊരു റൂമർ ഉണ്ടായിരുന്നു. പിന്നെ അത് ലയിച്ചു പോയതാണ്. പക്ഷേ ഇങ്ങനെയുള്ള 1, 2, 3 സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ആ റൂമർ ഉയരും. അത് സമൂഹത്തിൽ വലിയ ദോഷങ്ങൾ ചെയ്യും. പക്ഷേ ആദ്യത്തെ ധാരണ എന്താ? ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, IPS, IAS അങ്ങനെ ഉയർന്ന പദവിയിലുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള കൂശ്മാണ്ഡ വിശ്വാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയത്. എങ്കിലും സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാള, അല്ലെങ്കിൽ അമ്പലത്തിന് മുമ്പ് എത്ര മാത്രമേ ഉള്ളൂ കാണിക്കുള്ളൂ. പക്ഷേ ഇവരെല്ലാം ആഴ്ന്നു കഴിയുന്ന വൈറ്റ് കോളർ ആൾക്കാരുണ്ടെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ. ഇങ്ങനെയാണെങ്കിൽ ഹിന്ദു ഇനി ഏതെങ്കിലും ആശുപത്രിയിൽ പോകുമ്പോൾ അവിടുത്തെ ബോർഡ് നോക്കണം, അവിടെയുള്ള ഡോക്ടർമാരാരൊക്കെയാണെന്ന്. പേര് കണ്ട ശേഷം തിരിച്ചറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നോക്കി പോകേണ്ട ഗതികേടാണ്. ഹിന്ദുക്കളുടെ നഴ്സിംഗ് ഹോമിൽ, മുസ്ലിങ്ങളുടെ ആശുപത്രിയിൽ, ക്രിസ്ത്യാനിയുടെ ആശുപത്രിയിൽ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശുപത്രിയിൽ എല്ലാം പോകേണ്ട ഒരു ഗതികേടാണ്. നമ്മുടെ നാട് എവിടേക്കാണ് പോണേ?